അമ്മയെയോ നിങ്ങളുടെ സഹോദരിയെയോ വല്ലതും പൊതുരംഗത്ത് വിട്ടിട്ട് നിങ്ങൾ അവരെ പറ്റി വാർത്തയിട്. ദയവ് ചെയ്ത് എന്നെ വിട്ടേക്ക്. 24 റിപ്പോർട്ടറെ വിവരം കെട്ടവനെന്നും വീട്ടിലിരിക്കുന്ന അമ്മയെയും സഹോദരിയെയും അടക്കം പറഞ്ഞ് വൃത്തികെട്ട രീതിയിൽ പിന്നെ അധിക്ഷേപമാണ് ഒരു MLA. പിന്നാലെ എത്തി CPMന്റെ സൈബർ ഗൂണ്ടാപ്പട. ആർ ശ്രീകണ്ഠനാരെയും ഹാഷ്മി താജ് ഇബ്രാഹിമിനെയും അടക്കം വീട്ടിലിരിക്കുന്നവരെ കൂടി ചേർത്ത് ഈ സൈബർ തമ്മാടികൾ അവരുടെ വീട്ടിലുപയോഗിക്കുന്ന ഭാഷയിലാണ് നെറികെട്ട വാക്കുകളും തെറിപ്പൂരവും. വീട്ടിൽ കയറി വെട്ടും ഇറച്ചിയിൽ മണ്ണ് പറ്റുമെന്നൊക്കെ നേരത്തെയും പറഞ്ഞിട്ടുള്ള ഈ നേതൃത്വമില്ലാത്ത കുറ്റവാളി സംഘം ഇന്നലെ ഒരു MLA വീണ് ഗുരുതരമായി പരിക്കേറ്റ് മുഖത്തടക്കം ചോരയിൽ കുതിർന്ന ദൃശ്യത്തിന് താഴെ വന്ന് രാഷ്ട്രീയം നോക്കി വൃത്തികേട് പറയാനും മാത്രം മനസാക്ഷി വറ്റിയവരാണ്. മൃഗീയമെന്ന് പറഞ്ഞാൽ മൃഗങ്ങൾക്ക് നാണക്കേടാണ്. വൈകൃത വക്താക്കൾ, കിരാത ജന്മങ്ങൾ അവരുടെ തനിക്കുണം കാണിക്കുന്നതിൽ അത്ഭുതം എന്തിനാണ്? പിന്നെ എനിക്ക് തോന്നുന്നു 10 രൂപ നക്കാപ്പിച്ച് എവിടെന്നെങ്കിലും കിട്ടിക്കാണും. പ്രതിഭയുടെ പാർട്ടി CPM നയിക്കുന്ന സർക്കാരിന്റെ എക്സൈസ് ഇട്ട FIR ആണ്, ലഹരി കേസാണ്. എന്തായാലും ഇന്ന് BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ CPM MLAക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഭാവി നന്നായിരിക്കട്ടെ.